ചെറിയ ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഒന്ന് ഞങ്ങൾ എടുക്കുന്നത്. ഈവനിങ്ങിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പം കുറച്ച് ആറിയിട്ടൊക്കെ എടുക്കാനുണ്ട്, അതൊക്കെ എടുക്കാൻ പോവാം. ഞാൻ പഴം കഴിക്കുകയാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ്, വീട്ടിൽ ചച്ചൻ്റെ വയലിലുണ്ടായ പഴം. നല്ല ഹെൽത്തി ഫുഡാണ്. പഴം എങ്ങനെയുണ്ട് പറസേ? നമ്മുടെ പ്രേക്ഷയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് പ്രേക്ഷേച്ചിൻ്റെ കോല എങ്ങനെ ജലദോഷം തൊണ്ടവേദന ഒക്കെ ആയിരുന്നു. ഇതൊക്കെ കുറച്ച് നേരത്തെ എടുത്ത് വെക്കുന്നതാണ്. ഇന്ന് പിന്നെ പാറസിൻ്റെ നേഴ്സറിയിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. പിന്നെ പാറക്കുട്ടൻ്റെ ഒരുപാട് എക്സ്പ്രഷൻസ് ഒക്കെയാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കാനൊക്കെ വിളിച്ചാൽ ഇതാണ് മെയിൻ എക്സ്പ്രഷൻ. പ്രീതേച്ചി പാറൂസിനെ മഞ്ജു എടുക്കാൻ വിളിച്ചാണ്. നന്ദേട്ടന് പാറുവിൻ്റെ നന്ദച്ചൻ എപ്പോൾ പോയി വരുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും. നേഴ്സറി ഇട്ട് വന്ന് അപ്പം പോവും. പ്രീതമ്മ എൻ്റെ സർപ്രൈസ് എവിടെയെന്ന് വെച്ച് പോവും. അത് കഴിക്കുന്ന സന്തോഷമാണ് കാണുന്നത്. വൈകുന്നേരം വന്നാൽ പിന്നെ ഇവിടെ ഒന്ന് വന്ന് മേലേക്ക് കഴുകി എന്തെങ്കിലും കഴിച്ച് നേരെ പ്രീതമ്മേൻ്റെ വീട്ടിൽ പോകും. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടേ പാറു വീട്ടിലേക്ക് വരുള്ളൂ. അമലും പൊന്നുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഫുൾ ടൈം അവിടെ തന്നെ. ഇപ്പം അമലും പൊന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വൈകുന്നേരം മാത്രം അവിടെ പോകുന്നത്. പൊന്നുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ പിന്നെ ഇവിടുന്ന് ഫുഡ് പോലും കഴിക്കില്ല. ഫുൾ സമയം അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കലും എല്ലാ നേരവും അവിടെ തന്നെയാണ്. പക്ഷെ വൈകുന്നേരം പ്രീതേച്ചി ഇങ്ങനെ പറന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമാണ്. എൻ്റെ ബാക്കി പണികളൊക്കെ ഇങ്ങനെ വേഗം കഴിയും. നനയ്ക്കാനാണ് കുറേ ഉള്ളത്. കാരണം പച്ചക്കറികൾ കുറച്ചൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. നനയ്ക്കാണ്ടായിട്ട് അതൊക്കെ വാടിപ്പോയി. അതുകൊണ്ട് പിന്നെ ഇപ്പം എന്നും നല്ലോണം നനയ്ക്കും ഞങ്ങൾ എല്ലാവരും. പ്രീതേച്ചി പിന്നെ അവിടെ ഇരുന്ന് എപ്പോഴും കഥ പറയും കേട്ടോ. ഞങ്ങൾ ഇവിടെ എനിക്കങ്ങനെ ബോറടിക്കില്ല, കാരണം പ്രീതേച്ചി ഉണ്ടായതുകൊണ്ട്. പിന്നെ പ്രഭിഷയും വരും വൈകുന്നേരം ആകുമ്പം. അപ്പോൾ ഓരെല്ലാവരും ഉണ്ടാകുമ്പം അങ്ങനെ ബോറടിക്കില്ല. വൈകുന്നേരം ആയാൽ നല്ല രസമാണ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്. റോട്ടുമ്മലാണ് എല്ലാവരും ഉണ്ടാവുക. ആദ്യം ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ പൊന്നു പോയപ്പം ഷട്ടിൽ കളിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ ഞാൻ അന്ന് കാണിച്ചു തന്ന മുല്ല മുട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ട് വിരിഞ്ഞുണ്ട്. 3 പൂക്കളുണ്ടായിന്, 2 എണ്ണം ഞാൻ പൊട്ടിച്ചു. അപ്പോൾ അതാ ഒന്നുണ്ട്. പിന്നെ മുറ്റമൊക്കെ അടിച്ചു വാരി. മുറ്റം കുറേ അടിച്ചു തരാറുണ്ട്, എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ അടിച്ചു വരും. പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുളകാണത്. പയറും വെണ്ടയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുത്തിട്ടുള്ളൂ. വലുത് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.